ചെമ്പട്ടണിഞ്ഞ് ഉറഞ്ഞുതുള്ളി ശ്രീ കുരുമ്പക്കാവിലേക്ക് ഇരമ്പിക്കയറുന്ന കോമരക്കൂട്ടങ്ങൾക്കായി ക്ഷേത്ര സങ്കേതത്തിലെ അവകാശത്തറകൾ ഒരുങ്ങി. വലിയ തമ്പുരാൻ എഴുന്നള്ളുന്ന കിഴക്കേ നട പന്തലിനോട് ചേർന്നുള്ള നിലപാടു തറയാണ് ഏറ്റവും പ്രധാനം. കാവു തീണ്ടാൻ അനുമതി ലഭിച്ചാൽ പടിഞ്ഞാറേ നടയിൽ ആദ്യം കാവു തീണ്ടുന്നത് പാലക്കൽ വേലനാണ്. ഈ അവകാശം നിർവഹിച്ചു വരുന്നത് അരാക്കുളം ചിറക്കൽ ദേവിദാസനാണ്. അശ്വതി നാളിലെ തൃച്ചന്ദന ചാർത്ത് പൂജകൾ പൂർത്തിയാകുന്നതോടെ വലിയ തമ്പുരാനും പരിവാരങ്ങളും നിലപാട് തറയിൽ എഴുന്നള്ളിയാണ് അശ്വതി കാവു തീണ്ടലിന് അനുമതി നൽകുക. ഇതോടെയാണ് കോമരക്കൂട്ടങ്ങളും ഭക്തജനങ്ങളും കാവു തീണ്ടൽ നടത്തുക. തിരുവോണ നാളിലെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞതോടെ കോമരക്കൂട്ടങ്ങൾ തമ്പടിച്ചു തുടങ്ങിയ കിഴക്കേ നടയിലെ വടക്കേടത്തു മഠത്തിനും അശ്വതി നാളിലെ ആചാരങ്ങളിൽ നിർണായക സ്ഥാനമാണുള്ളത്. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് കോമരക്കൂട്ടങ്ങളാണ് വടക്കേടത്ത് മഠത്തിലെത്തുക. ആദ്യമായി ഭരണിക്കെത്തുന്ന കോമരം ഉറഞ്ഞുതുള്ളി വെട്ടിത്തെളിയുന്നത് ഇവിടെ വച്ചാണ്. മഠത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പ്രധാന വെളിച്ചപ്പാട് പൂജിച്ചു നൽകുന്ന പള്ളിവാളുമേന്തി ഉച്ചയോടെയാണ് മഠത്തിലെ കാരണവരോടൊപ്പം ശ്രീ കുരുമ്പക്കാവിലേക്ക് കോമരക്കൂട്ടങ്ങൾ എഴുന്നള്ളുക. ഭഗവതിക്ക് ചികിത്സ വിധിക്കുവാൻ ഭിഷഗ്വരൻ പാലക്കൽ വേലനും അശ്വതി നാളിൽ ശ്രീ കുരുമ്പക്കാവിൽ എഴുന്നള്ളും. കാവു തീണ്ടാൻ അനുമതി ലഭിച്ചാൽ പടിഞ്ഞാറേ നടയിൽ ആദ്യം കാവു തീണ്ടുന്നത് പാലക്കൽ വേലനാണ്. ഈ അവകാശം നിർവഹിച്ചു വരുന്നത് അരാക്കുളം ചിറക്കൽ ദേവിദാസനാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.